നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASന്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലായി 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ നിന്ന് ആരംഭിച്ച് 1861 കൗൺസിൽസ് ആക്ട് വരെ വളരെ കോംപ്രിഹെൻസീവായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1892 കൗൺസിൽസ് ആക്ട് ആണ്. പക്ഷെ അതിന് തൊട്ട് മുൻപ് കൗൺസിൽസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ്. കൗൺസിൽസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് 3 കൗൺസിൽസ് ആക്ട് ഉണ്ട്. 1861, 1892, 1909. ഈ കൗൺസിൽസ് ആക്ടുകളുടെ പൊതുവായിട്ടുള്ള ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് നിയമനിർമ്മാണ കൗൺസിലുകൾ, രാജ്യത്തെ നിയമനിർമ്മാണ കൗൺസിലുകളിൽ ഇന്ത്യൻ പ്രാതിനിധ്യം, ഇന്ത്യൻ റെപ്രസെന്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യൻ റെപ്രസെന്റേഷൻ കൊണ്ടുവരുമ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒരു എക്സ്പാൻഷൻ സംഭവിക്കും അല്ലേ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓർ റിഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നിയമനിർമ്മാണ സഭകളുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പരിഷ്കാരം കൊണ്ടുവരിക, മാറ്റങ്ങൾ കൊണ്ടുവരിക. നിയമനിർമ്മാണ സഭകളുടെ സംവിധാനത്തിൽ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, ഫങ്ഷനിങ്ങിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, കുറച്ചുകൂടി ഇന്ത്യക്കാർക്ക് പ്രാധാന്യം നൽകുക, പ്രാതിനിധ്യം നൽകുക എന്നിങ്ങനെയുള്ളതാണ് പൊതുവായി കൗൺസിൽസ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 1861 കൗൺസിൽസ് ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. 1861 കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായി പരാമർശിക്കാൻ സാധിക്കുന്നത് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ വികേന്ദ്രീകൃത ഭരണം, അതും അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം. ഡീസെൻട്രലൈസേഷൻ എന്നതിന്റെ തുടക്കം, ഇനീസിയേഷൻ ഏത് നിയമത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ത്രൂ ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. എന്ന് പറഞ്ഞാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയി ആയി മാറുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി 1833 ചാർട്ടർ ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ഏക ഭരണാധികാരിയായി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരൊറ്റ ഭരണാധികാരിയായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുഴുവൻ നിയമനിർമ്മാണ അധികാരങ്ങളും. അന്നുണ്ടായിരുന്ന മറ്റ് പ്രൊവിൻസസിന് നിയമനിർമ്മാണ അധികാരങ്ങളെല്ലാം അബോളിഷ് ചെയ്യപ്പെടുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുഴുവൻ നിയമനിർമ്മാണ അധികാരവും കേന്ദ്രീകരിക്കപ്പെടുന്നു. അപ്പൊ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് പിന്നീട് വൈസ്രോയി ആയി മാറുന്നത്. എന്ന് പറഞ്ഞാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിയമനിർമ്മാണ അധികാരം വൈസ്രോയുടെ കൈകളിലാണ്. എന്നാൽ 1861 കൗൺസിൽ ആക്ടിലേക്ക് വരുമ്പോൾ ഈ വൈസ്രോയുടെ കയ്യിലിരിക്കുന്ന അധികാരം തിരിച്ച് പ്രൊവിൻസസിലേക്ക് നൽകാൻ തുടങ്ങി, ആരംഭിച്ചു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ബോംബെ, മദ്രാസ് പ്രൊവിൻസസിന് അവരുടെ നിയമനിർമ്മാണ അധികാരം തിരിച്ചു ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ, ഒരിക്കൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന അധികാരം വികേന്ദ്രീകരിക്കപ്പെടുന്നു, തിരിച്ചു നൽകുന്നു. ഇതിന്റെ ആരംഭമാണ് 1861 കൗൺസിൽസ് ആക്ടിന്റെ ഒരു സെലിയന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണല്ലേ. 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിന്റെ പ്രൊവിഷൻസിനെ പറ്റി പറയുന്നതിന് മുൻപ് അതിന്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കാം. വർഷം 1892 എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയാൽ 1885 എത്തും അല്ലെ. വർഷം 1885. അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ദേശീയതാബോധം അല്ലെങ്കിൽ ദേശബോധം, നാഷണലിസം, ഈ സെന്റിമെന്റ്സ് നമ്മുടെ രാജ്യത്ത്
വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് വ്യാപിക്കുക കൂടിയുണ്ടായി. അപ്പൊ നാഷണലിസം എന്ന സെന്റിമെന്റ്സ്, ദേശീയത എന്ന ഇമോഷൻ കുറച്ചുകൂടി ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു സംഘടനയ്ക്ക് സാധിച്ചു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്ന്, നിയമനിർമ്മാണ കൗൺസിലുകളിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ ഇന്ത്യൻ റെപ്രസെന്റേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക. അതിലൂടെ നിയമനിർമ്മാണ കൗൺസിലുകൾ, അത് കേന്ദ്ര തലത്തിലാണെങ്കിലും പ്രവിശ്യകളുടെ തലത്തിലാണെങ്കിലും പ്രൊവിൻസസിന്റെ തലത്തിലാണെങ്കിലും ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുക. രണ്ടാമത്തേത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മൾ വൈസ്രോയ് എന്ന സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം 1861 കൗൺസിൽസ് ആക്ട് പ്രകാരം ഈ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 3 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഫ്രെയിം ചെയ്യപ്പെടുന്നുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ 3 പേരെ വൈസ്രോയ്ക്ക് നാമനിർദ്ദേശം ചെയ്യാനാണ് പറ്റുക. ഇലക്ഷൻ ഇല്ല, നാമനിർദ്ദേശം ചെയ്യുന്നതാണ്. അങ്ങനെ ആരൊക്കെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? രാജാ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്ടിയാല, സർ ദിനകർ റാവു. ഇവരെല്ലാവരും തന്നെ ബ്രിട്ടീഷുകാരോട് കൂറും പ്രതിപത്തിയും പുലർത്തിയിരുന്നവരാണ്. അപ്പൊ യഥാർത്ഥത്തിലെ സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ ശബ്ദമല്ല അവിടെ കേൾക്കുക. ബ്രിട്ടീഷുകാരുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള നാട്ടുരാജാക്കന്മാർക്ക് ആണ് അന്ന് വൈസ്രോയ് ആയ ലോർഡ് കാനിങ് തന്റെ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം നൽകിയത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു, ഇങ്ങനെ പോരാ, നമ്മൾ ഇന്ത്യക്കാരെ കൂടുതൽ ശാക്തീകരിക്കണം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യക്കാരെത്തണം. നാമനിർദ്ദേശം ചെയ്യല്ല വേണ്ടത്, ഇലക്ഷൻസ് വേണം. ഷുഡ് കണ്ടക്ട് ഇലക്ഷൻസ് ടു ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. വൈസ്രോയുടെ കീഴിലുള്ള നിയമനിർമ്മാണ സമിതിയാണെങ്കിലും ഇനി അതാത് ഗവർണർമാരുടെ കീഴിലുള്ള നിയമനിർമ്മാണ സമിതിയാണെങ്കിലും അവിടേക്ക് ഇലക്ഷൻസ് നടത്തണം എന്നുള്ളതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ ഡിമാൻഡ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബജറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, ധനകാര്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കണം, അല്ലെങ്കിൽ പ്രാതിനിധ്യം ലഭിക്കണം. ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ, ദാറ്റ് ഇസ് ഇൻ റിലേഷൻ ടു ബജറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ റോള് ലഭിക്കണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിന് ശേഷം മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ. ഈ ഡിമാൻഡുകളുടെ ഒരു പരിധി വരെയുള്ള അക്സെപ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണ് യഥാർത്ഥത്തിൽ 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെലുത്തിയ സ്വാധീനം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ ഒരു പരിണത ഫലമാണ് 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. പക്ഷെ ഓൾറെഡി പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നോക്കി, ഫസ്റ്റ് പോയിന്റ് പറയാണ്, number of non-officials has got increased in the central and provincial legislative councils, but still the majority of the members were officials. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഈ നോൺ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ള സംശയം തോന്നാം. ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സിവിൽ സർവൻസ് ആണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ ഒഫീഷ്യൽസ് ആരായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലാത്തവര്, സാധാരണ ഇന്ത്യക്കാര് എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ നമ്പർ ഓഫ് നോൺ ഒഫീഷ്യൽസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യക്കാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ റെപ്രസെന്റേഷൻ വർദ്ധിച്ചു. എവിടെ വർദ്ധിച്ചു? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വർദ്ധിച്ചു, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വൈസ്രോയ് ഉണ്ട്,
വൈസ്രോയ്ക്ക് കീഴിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലിന് കീഴിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട് അല്ലെ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമ്മൾ ഇന്നത്തെ പാർലമെന്റ് എന്ന് പറയുന്നത് പോലെ. ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതുകൂടാതെ ബോംബെ, മദ്രാസ് പോലുള്ള പ്രൊവിൻസസ് ഉണ്ട്. ഈ പ്രൊവിൻസസിൽ ഗവർണറാണ്. ഗവർണറുടെ കീഴിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടല്ലേ. നമ്മൾ ഇന്ന് സംസ്ഥാന നിയമസഭ എന്ന് പറയുന്നത് പോലെ അന്ന് പ്രവിശ്യകളായിരുന്നു. ഈ പ്രവിശ്യകൾക്ക് നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമനിർമ്മാണ സഭകളെയാണ് നമ്മൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുക. ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും എന്ത് സംഭവിച്ചു? ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ നോൺ ഒഫീഷ്യൽസിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായി. പക്ഷേ ഭൂരിപക്ഷവും ഇപ്പോൾ ആരായിരുന്നു? ഒഫീഷ്യൽസ് തന്നെയായിരുന്നു. അതായത് ഭൂരിപക്ഷവും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. പക്ഷെ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതൊരു വലിയ ഇമ്പാക്റ്റ് ആണ് അല്ലേ. ഇനി രണ്ടാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്തായിരുന്നു? ബജറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്കാർക്ക് കൂടുതൽ റോൾ ഉണ്ടാവണം. ഇൻക്രീസ്ഡ് ദ പവർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ റിലേഷൻ ടു ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അതായത് നിയമനിർമ്മാണ സഭകൾക്ക്, ഇന്ത്യക്കാരുള്ള നിയമനിർമ്മാണ സഭകൾക്ക് ബജറ്റ് ചർച്ച ചെയ്യാൻ ഉള്ള പവർ ലഭിച്ചു എന്ന് മാത്രമല്ല, ഈ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വെക്കുന്ന ബജറ്റ്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ബജറ്റ്, അതേ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരവും ആർക്ക് ലഭിച്ചു? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ബജറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും പണം അലോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തുത്തരം നൽകുന്നോ ആ ഉത്തരത്തിൽ കളി കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഉപചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. വിച്ച് മീൻസ് there was no scope for supplementary questions. സപ്ലിമെന്ററി ചോദ്യത്തിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു. ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും ആ ഉത്തരം ക്ലാരിഫൈ ചെയ്യാൻ വീണ്ടും ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള അധികാരം ബജറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ലഭിച്ചു. എക്സാക്ട്ലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് എല്ലാം പരിഗണിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു പരിധി വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡുകളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു ഡിമാൻഡ് എന്തായിരുന്നു? 1861 കൗൺസിൽസ് ആക്ട് പ്രകാരം നോമിനേഷൻ ആയിരുന്നു അല്ലെ. വൈസ്രോയുടെ നിയമനിർമ്മാണ സമിതിയിലേക്ക് 3 പേരെ നോമിനേറ്റ് ചെയ്തു. ഇനി നോമിനേഷൻ അല്ല, നാമനിർദ്ദേശമല്ല വേണ്ടത്, മറിച്ച് ഇലക്ഷൻ ആണ് വേണ്ടത് എന്നുള്ളതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണ് ഈ ഡിമാൻഡിന് ഉപോത്ബലകമായി, അല്ലെങ്കിൽ ഈ ഡിമാൻഡിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തത് എന്ന് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഇലക്ഷൻ എന്നുള്ള വാക്ക് നമ്മളുടെ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നില്ല. അതിന് പകരം ഉപയോഗിച്ചിരുന്ന വാക്ക് എന്താണ്? നോമിനേഷൻ എന്നുള്ള വാക്ക് തന്നെയാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇലക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പരോക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു. അത് മാത്രമല്ല, ഇലക്ഷൻ എന്നുള്ള വാക്ക് ഈ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പകരം ഉപയോഗിച്ച വാക്ക് എന്താണ്? നോമിനേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്തത്? ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് എന്താണെന്ന് കേട്ടു. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്തത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകൾ, യൂണിവേഴ്സിറ്റികൾ, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഇന്റേണലി ഒരു തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ചില പേരുകൾ ഗവർണർക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ ഇന്റേണലി ഒരു ഇലക്ഷൻ നടന്നു. ഇപ്പൊ ക്ലാസ്സിനകത്ത് നടക്കുന്ന റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന ഇലക്ഷൻസ് തന്നെയല്ലേ? ആണ്. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോലെയാണോ? അല്ല. അപ്പൊ ഇന്റേണലി ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പേര് ഗവർണർക്ക് ശുപാർശ ചെയ്യാം. ഗവർണർ
പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് അവരെ റെക്കമെൻഡ് ചെയ്യട്ടെ. ഇനി പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അതുപോലെ ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്ന് വൈസ്രോയ്ക്ക് ചില പേരുകൾ നിർദ്ദേശിക്കണം. അപ്പൊ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇലക്ഷൻ നടക്കണം, ബംഗാൾ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഇലക്ഷൻ നടത്തണം, എന്നിട്ട് വൈസ്രോയ്ക്ക് പേര് സമർപ്പിക്കണം. വൈസ്രോയ് അവരെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നിർദ്ദേശിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സെറ്റപ്പ്, ഇലക്ഷൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സംസ്ഥാന നിയമസഭയിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്റേണലി ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ലോക്സഭയിൽ സ്പീക്കറെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ലോക്സഭയ്ക്ക് അകത്തൊരു ഇലക്ഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിലുള്ള ഇലക്ഷൻ ആണോ? അല്ല. അപ്പൊ ഇവിടെയും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിൽ ഇലക്ഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിമാൻഡ് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ളതായതുകൊണ്ട് അവരെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. പക്ഷേ ഇലക്ഷൻ എന്നുള്ള വാക്ക് നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ല, പകരം നോമിനേഷൻ എന്നുള്ള വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഇന്ത്യക്കാരെ തൽക്കാലത്തേക്ക് ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനാണ് നോമിനേഷൻ ഓഫ് സം നോൺ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഓഫ് ഇന്ത്യൻസ് എന്ന് മനസ്സിലാക്കുക, ഇന്ത്യൻസ്. പക്ഷെ ഇത് ഇലക്ഷൻ ആയിരുന്നോ? ആണ്. ഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നോ? അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നോ? ഇല്ല. എന്ത് വാക്കാണ് ഉപയോഗിച്ചിരുന്നത്? നോമിനേഷൻ. That's it. Fine. So this is what you need to understand regarding the Indian Councils Act of 1909. Indian Councils Act of 1892. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരിക്കും. അഗെയിൻ ഈ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ലൈക്സിലൂടെയും കമന്റിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും അറിയിക്കുക. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം ഇനീഷ്യേറ്റീവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ പേരിലേക്ക് വീഡിയോസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.